അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനെ ശരിക്കും ഞാനും ഷീനയൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ തന്നെ മാറി ഞാൻ 7ാം ക്ലാസ്സിലും അവിടെ 4ാം ക്ലാസ്സിലും ഉള്ള കാലത്തായിരിക്കും. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അമ്മോട് അത് പറഞ്ഞത് ഭയങ്കര സന്തോഷം. അന്ന് സങ്കടമൊന്നുമില്ല. അച്ഛനെ കാണില്ല. കാരണം രാത്രി ഒരുപാട് വൈകിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് വരിക. കാരണം ലൈബ്രറിയിൽ നാടകം ഉണ്ടാവും, ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും. രാവിലെ തന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന്റെ തിരക്ക് കുറച്ച് വൈകിട്ടാണ് അച്ഛൻ നിൽക്കുക. അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ടുണ്ടാവും സ്കൂളിലേക്ക്. അങ്ങനെ ഒരു ദിവസം അച്ഛനെ സ്കൂളിൽ വെച്ച് കാണുന്നു. അച്ഛൻ ഭയങ്കര അച്ഛൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്, ഭയങ്കര നീറ്റായിട്ട്. ആ അച്ഛനെ കാണാൻ ഞാനും ശരിക്കും നോക്കുക. അച്ഛനെ വീട്ടിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റാറില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അച്ഛൻ ഇത്ര എന്താ മുണ്ട് ഷർട്ട് ആ മുടി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടന്നു വരുന്ന കൂട്ടുകാരെ കൂടെ എന്റെ അച്ഛനാട്ടോ അതൊക്കെ പോലെ പവറിൽ ഇങ്ങനെ വരുമ്പോഴാണ് അച്ഛന്റെ മുഖത്തേക്ക് ഒരു ചിരിച്ചു. അയ്യോ മനസ്സിലൊരു ലഘു പൊട്ടി എന്ന് പറയുന്നത് അതുപോലെ ഇരുന്നു. വീട്ടിൽ പോയി ആ സന്തോഷം പറഞ്ഞു. പക്ഷെ പിന്നീട് എന്നോട് ദേശാഭിമാനിയിൽ ആരോ ഒരു അച്ഛനെ കുറിച്ച് എന്താ ലോക പിതാക്കന്മാരുടെ ദിനം എന്തൊക്കെയാ പേര് കിട്ടുന്നില്ല. ആ ദിനത്തിന്റെ തന്നെ എന്നോട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ അതാണ് പറഞ്ഞത്. കാരണം ഞാനത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഈ കുടുംബത്തെ പോലും നോക്കാൻ സമയമില്ലാതെ നാടിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു അച്ഛൻ അതെന്റെ മുന്നിൽ എന്തൊരു മാതൃകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത്. പക്ഷെ അച്ഛൻ അത് വായിച്ചിട്ട് വിഷമിച്ചു. ഇപ്പൊ അടുത്ത ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ അച്ഛൻ ഭയങ്കര വികാരഭരിതനായി കരഞ്ഞല്ലോ ഇരുന്നത്. അപ്പൊ ഭയങ്കര ഞാൻ പറഞ്ഞ അച്ഛനാണ് അതല്ല അത് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാടിന് വേണ്ടിയുള്ള ഒരു അച്ഛൻ മാതൃകയായിട്ടാണ് ഞാൻ അത് ഇപ്പോഴും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.